പക്ഷെ ഞാൻ തിരിച്ച് ഇന്ത്യയിലേക്ക് വന്നു. കാരണം ഇത് ഇന്ത്യയിലാണ് ആവശ്യം പുറത്തേക്ക് പോകുന്നത്. കാരണം എത്രയോ പേര് കഷ്ടപ്പെടുന്നുണ്ട്. വളരെ സീരിയസ് ആയി കൊണ്ടുവന്ന ഡോക്ടർ സന്തോഷിന്റെ മകൾ പൂർണ്ണമായും അസുഖം മാറിയിട്ടുള്ള അവസ്ഥയിലാണ് ഞാൻ കണ്ടത്. ആ വ്യക്തിയുടെ ആരോഗ്യം എങ്ങനെ ഇരിക്കും, ഹെൽത്തിന് എവിടൊക്കെയാണ് കുറവ്, രോഗത്തിനെ കണ്ടുപിടിക്കുക, എന്നിട്ട് രോഗത്തിനെതിരെ നമ്മൾ അറ്റാക്ക് ചെയ്യുക. ക്യാൻസർ മാറിയ രോഗികളെയാണ് ഞാൻ കണ്ടത്. മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് 60% ലോക ജനങ്ങളിലെ ഒരു പ്രശ്നമാണ്. ശരീരത്തിന്റെ കോശങ്ങൾക്ക് ആവശ്യമുള്ള അളവിൽ കൊടുക്കണം. അത് ഓരോ വ്യക്തിയിലും വ്യത്യാസമാണ്. എനിക്ക് അപസ്മാരം മാറിയ ഡോക്ടർ ചികിത്സ ഉണ്ട് കേട്ടോ. എൻ്റെ സുഹൃത്ത് ഡോക്ടർ സന്തോഷാണ്. അദ്ദേഹത്തിന്റെ മകൾ വളരെ അത്യാസന്ന നിലയിലാണെന്നും അപസ്മാരം കാരണം എപ്പോഴും ബോധം കെട്ടി വീണുകൊണ്ടിരിക്കുകയാണെന്ന് അറിയിക്കുകയും അവരെ എറണാകുളത്തുള്ള ന്യൂട്രീഷൻ ചികിത്സയ്ക്ക് കൊണ്ടുവന്ന വിവരം അറിയിച്ചത്. അങ്ങനെയാണ് ഞാൻ മരടിലുള്ള ന്യൂട്രീഷൻ ചികിത്സ നടക്കുന്ന സ്ഥലത്ത് എത്തിച്ചേരുകയും ഡോക്ടർ ശ്രീകുമാറിനെ ഞാൻ പരിചയപ്പെടുകയും ചെയ്തത്. എന്നെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം, വളരെ സീരിയസ് ആയി കൊണ്ടുവന്ന ഡോക്ടർ സന്തോഷിന്റെ മകൾ പൂർണ്ണമായും അസുഖം മാറിയിട്ടുള്ള അവസ്ഥയിലാണ് ഞാൻ കണ്ടത്. അതോടൊപ്പം ക്യാൻസർ മാറിയ രോഗികളെയാണ് ഞാൻ കണ്ടത്. ഇത് തീർച്ചയായും ലോകത്തെ അറിയിക്കണം എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഞാൻ ന്യൂട്രീഷൻ ചികിത്സയെക്കുറിച്ച് ആദ്യമായി ഒരു വീഡിയോ ചെയ്തത്. അത് കണ്ട ആയിരക്കണക്കിന് ആളുകളാണ് ഡോക്ടർ ശ്രീകുമാറിനെ കാണാനെത്തിയത്. അദ്ദേഹത്തെ ദൈവത്തെ കണ്ട പോലെയാണ് അവരെല്ലാവരും എന്നോട് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോഴിതാ ഡോക്ടർ ശ്രീകുമാറിന്റെ നേതൃത്വത്തിൽ ഇന്റർനാഷണൽ ആയ ഒരു കോൺഫറൻസ് നടക്കുകയാണ് എറണാകുളത്ത് ഗോകുലം കൺവെൻഷൻ സെന്ററിൽ. ഈ മാസം 29 നടക്കുന്ന നെപ്കോൺ 2026 എന്ന് പറയുന്ന ഇന്റർനാഷണൽ കോൺഫറൻസിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത്. നമസ്കാരം ഡോക്ടറെ. അതായത് ഡോക്ടർ ചികിത്സിച്ചിട്ടുള്ള പേഷ്യൻസ് ഒക്കെ എന്നോട് പറഞ്ഞിട്ടുള്ളത് ഡോക്ടർ ദൈവമാണെന്നാണ്. കാരണം അവർ ക്യാൻസർ രോഗികളാണ് മിക്ക ആൾക്കാരും. അവർ പൂർണ്ണമായി രോഗത്തു നിന്ന് മാറിയിട്ടുള്ള അനുഭവം ഞാൻ നേരിട്ട് കാണുകയും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ ഡോക്ടറുടെ നേതൃത്വത്തിൽ വലിയൊരു ഇന്റർനാഷണൽ സെമിനാർ നടക്കുകയാണ്. അപ്പൊ ഈ സെമിനാർ നടക്കുന്നതിനെ കുറിച്ചുള്ള, എന്തിനാണ് ഈ സെമിനാർ നടക്കുന്നത്, എന്താണ് അതിന്റെ കാര്യങ്ങളൊന്ന് വിശദമാക്കാമോ? ശരിക്കും പറഞ്ഞാൽ 2002 ഞാൻ ഈ ഒരു കൺസെപ്റ്റിൽ തുടങ്ങിക്കഴിഞ്ഞ് അന്ന് എനിക്കിതിന്റെ വ്യാപ്തി ഒന്നും അറിയില്ല. ന്യൂട്രീഷൻ ചികിത്സ പറയുന്ന ഫങ്ഷണൽ മെഡിസിൻ ഞാൻ ഓസ്ട്രേലിയയിൽ പോയി ഇതിനൊരു ഫെലോഷിപ്പ് ഒക്കെ എടുത്തു കഴിഞ്ഞ് രോഗികളെ കണ്ട് അവർക്ക് നമുക്ക് വേണ്ടുന്ന അഡ്വൈസ് കൊടുത്തു കഴിയുമ്പോൾ അതിന്റെ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള റെസ്പോൺസ് ഞാൻ കണ്ടു. അത് തന്നെ കൂടുതൽ ഇതിനകത്തോട്ട് റിസർച്ച് ചെയ്ത് ഇതിനകത്തെ കാര്യങ്ങളിലേക്ക് ഇറങ്ങിയപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ വേറൊരു ലോകത്തിലേക്ക് കയറിയാണ്. അതൊരു 4-5-6 വർഷമൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ മാത്രം ഇത് ചികിത്സിച്ചൊരു കാര്യമില്ല. അപ്പൊ എനിക്കിത് രഹസ്യമായിട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് എങ്ങനെ മറ്റുള്ളവരിൽ എത്തിക്കും, ഞാൻ എത്തിക്കാൻ വേണ്ടുന്ന അപ്പൊ എനിക്ക് തോന്നിയത് മറ്റുള്ള ഡോക്ടർമാർ വഴി ഇത് എത്തണം. കാരണം എനിക്ക് മാത്രം ഒറ്റയ്ക്ക് ചികിത്സിക്കാനുള്ള, ലോകത്തിലെല്ലാവരും എനിക്ക് ചികിത്സിക്കാൻ പറ്റില്ല. പക്ഷെ ഇതിനെപ്പറ്റിയുള്ള സന്ദേശം പോകണം. അതിനുവേണ്ടി ഒരു സൗഖ്യ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞൊരു നമ്മളൊരു ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് പബ്ലിക് അവയർനെസ്, ഹെൽത്ത് എഡ്യൂക്കേഷൻ ഫോർ ഡോക്ടേഴ്സ്, കണ്ടിന്യൂയിങ് മെഡിക്കൽ എഡ്യൂക്കേഷൻ, അങ്ങനെയുള്ള രീതിയിൽ സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് കോൺഫറൻസ് എനിക്ക് തോന്നുന്നത് ഇന്ന് 16ാമത്തെ വർഷമാണ്. 16 വർഷം മുമ്പ് ആദ്യത്തെ കോൺഫറൻസ് ഒരു 10-40 പേരുണ്ടായിരുന്ന ഒരു കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്തത് പോലും അന്ന് ഹൈക്കോടതി ജഡ്ജിയായിരുന്ന ശ്രീ ജസ്റ്റിസ് KT ശങ്കരനാണ്. അദ്ദേഹം ഒന്ന് ഇനോഗ്രേറ്റ് ചെയ്യാൻ കാരണം അദ്ദേഹത്തിന് ഒരു അസുഖമുണ്ട്. എനിക്ക് വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിന് ഇത് വളരെ പവർഫുൾ ആണെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ ചോദിച്ചപ്പോഴും ഞാൻ വരാം, പിന്നെന്താ ഇതല്ലെങ്കിൽ പിന്നെ എന്തിനാണെന്ന് ചോദിച്ച് തുടങ്ങിയ ഒരു കോൺഫറൻസ്, അത് എഡ്യൂക്കേഷൻ മോഡ്യൂളായിട്ട് ഇന്ന് ലോകം മുഴുവൻ മോർ ദാൻ ഏകദേശം 600-700 ഡോക്ടേഴ്സ് ഇന്ന് ഞാൻ ട്രെയിൻ ചെയ്ത് കൊടുത്തു. ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല, ലോകത്തിൽ എല്ലായിടത്തും, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, അമേരിക്ക, ഇംഗ്ലണ്ട്, മിഡിൽ ഈസ്റ്റ്, മലേഷ്യ, ഇന്തോനേഷ്യ, സിംഗപ്പൂർ, ഫിലിപ്പൈൻസ്, ചൈന, ഇത്രയും രാജ്യങ്ങളിൽ നിന്നുള്ള ഡോക്ടേഴ്സിന് ഇത്രയും പലർക്കും ഇത് കൊടുക്കാൻ പറ്റി. പക്ഷെ അതിൻ്റെ ഒരു ആനുവൽ ഒരു കോൺഫറൻസ് ആണ് ഈ 29, 30, 31 ഇവിടെ ഗോകുലം കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടത്താൻ പോകുന്നത്. അതായത് അതിന് മുമ്പ് എല്ലാവർക്കും അറിയേണ്ടത്, ഡോക്ടർ അതിന് മുമ്പ് മോഡേൺ മെഡിസിനിൽ എന്തൊക്കെ ഡിഗ്രികളാണ് എടുത്തിരുന്നത്? എല്ലാവരും ഇരിക്കുന്നത് ന്യൂട്രീഷൻ ചികിത്സ എന്ന് പറയുന്ന മാത്രമായിട്ട് ഡോക്ടർ പോയി എന്നുള്ളതാണ് പലരും എന്നോട് ചോദിച്ചിട്ടുള്ളത്.
ഞാൻ MBBS ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നിന്ന് പാസ്സായി. അതിനുശേഷം കുറച്ച് നാള് എനിക്കൊന്ന് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരുന്നു. മെഡിക്കൽ കോളേജിൽ നിന്ന് ഞാൻ അന്ന് എനിക്കൊന്ന് കേരളത്തിലൊരു ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്ത ഒരു പ്രൈവറ്റ് മേഖല, അത് കോസ്മോപൊളിറ്റൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തു. അതിന് ശ്രീത്രയിൽ വർക്ക് ചെയ്തു ഷോർട്ട് ടൈം. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇംഗ്ലണ്ടിൽ പോയി. ഇംഗ്ലണ്ടിൽ പോയിട്ട് തിരിച്ചു വരേണ്ടി വന്നു. തിരിച്ചു വന്ന ഒരു 3 വർഷം കഴിഞ്ഞിട്ട്. ആ കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ ഇവിടെ തന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ എടുത്തു. അത് ENTയിലാണ്. ENTയിൽ ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ എടുത്തപ്പം എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഉണ്ടായിരുന്ന ഫീൽഡ് ഹെഡ് ആൻഡ് നെക്ക് സർജറി ആയിരുന്നു. അതിൽ ടാറ്റ മെമ്മോറിയലിലും മറ്റുള്ള നാനാവധി ഹോസ്പിറ്റലിലും ഒക്കെ ഹയർ ട്രെയിനിങ് നടത്തി. ഞാൻ കേരളത്തിൽ പ്രാക്ടീസ് ചെയ്തിരുന്നു. ആ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കൂടുതൽ അഡ്വാൻസ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുന്ന മേഖലയിൽ പലപ്പോഴും ഇതുപോലത്തെ റിസർച്ച് ഇതിനായിട്ട് വന്ന് വീണു. അതിൽ നിന്ന് പതുക്കെ ഉരുത്തിരിഞ്ഞതാണ് ഈ ഒരു മേഖലയിലേക്കുള്ള പതുക്കെ ഓസ്ട്രേലിയ എത്തിപ്പെട്ട. അതിനുവേണ്ടി ഇവിടെ പഠിക്കാനോ പഠിപ്പിക്കാനോ ആരുമില്ല. അപ്പൊ അങ്ങനെയാണ് ഓസ്ട്രേലിയയിൽ ഇതിന്റെ ഒരു ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ അവിടെ നടത്തുന്നത് പ്രൊഫസർ ഇയാൻ ബ്രൈറ്റ്ഹോപ്പ്, അതുപോലത്തെ അവിടുത്തെ വലിയ പ്രഗത്ഭരായ മോഡേൺ മെഡിസിൻ ഡോക്ടേഴ്സ് ആണ്. അപ്പം ഞാൻ ഒന്ന് വിളിച്ചു. അവരെ 2 കൈ നീട്ടി വരൂ, ഇവിടെ വന്നിട്ടൊന്ന് ഇതിനെപ്പറ്റി ഒന്ന് മനസ്സിലാക്കാൻ പറഞ്ഞു. അങ്ങനെ പോയി. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഫെലോഷിപ്പ് എടുത്തു. തിരിച്ച് എനിക്ക് വേണേൽ അവിടെ നിൽക്കാമായിരുന്നു. പക്ഷെ ഞാൻ തിരിച്ച് ഇന്ത്യയിലേക്ക് വന്നു. കാരണം ഇത് ഇന്ത്യയിലാണ് ആവശ്യം, അവിടുത്തെ കൂട്ടുന്നത്. കാരണം എത്രയോ പേര് കഷ്ടപ്പെടുന്നുണ്ട്. അപ്പം അതിനുവേണ്ടി പതുക്കെ സ്റ്റാർട്ട് ചെയ്തു. ആ സ്റ്റാർട്ട് ചെയ്ത് റിസൾട്ട് കാണുമ്പോൾ അത് കൂടുതൽ പേരിൽ എത്തിക്കണമെങ്കിൽ ഈ ഡോക്ടേഴ്സിൻ്റെ കൂടെ പോവാം. ഇതാണ് ശരിക്കും പറഞ്ഞാൽ മോഡേൺ മെഡിസിനിലെ ENT ഹെഡ് ആൻഡ് നെക്ക് സർജറിയിൽ ഞാൻ 24 വർഷം ആക്റ്റീവായിട്ട് ഇന്ത്യയിൽ മാത്രമല്ല വെളിയിലും വർക്ക് ചെയ്തിട്ടുണ്ട് ഈ ഫീൽഡിൽ. അതിനുശേഷം പതുക്കെ ഇതിലോട്ട് ഇറങ്ങി. കഴിഞ്ഞൊരു 4-5 വർഷമായിട്ട് ഞാൻ സർജറി ഒന്നും ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ. അതിന് മുമ്പ് ഇവിടെ പല ഹോസ്പിറ്റലിലും പോയി സർജറി ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ആ സർജറി, പിന്നെ അതിനേക്കാളും കൂടുതൽ ഇവരെയൊക്കെ കെയർ ചെയ്യാൻ ധാരാളം ഇതുണ്ട്. അതിന്റെ മറ്റുള്ള ഹോസ്പിറ്റൽ ശൃംഖലയിലേക്ക് അത് മാറിയിരുന്നു. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ മോഡേൺ മെഡിസിനിലുള്ളത് ഈ രോഗത്തിന്റെ ലക്ഷണങ്ങളെയാണ് ചികിത്സിക്കുന്നത്. എന്നാൽ ഈ ഫങ്ഷണൽ മെഡിസിനിൽ അതിന്റെ മൂല കാരണത്തെയാണ് ചികിത്സിച്ച് മാറ്റുന്നത്. ശരി തന്നെയല്ലേ ഡോക്ടർ? അതായത് ബേസിക് ആയിട്ട് അടിത്തട്ട് വരെ പോയി അതിന്റെ കംപ്ലീറ്റ് ആയി എടുത്ത് കളയുക എന്നുള്ളതാണ് ഫങ്ഷൻ മെഡിസിൻ കൊണ്ട്. ഇതിന്റെ ശരിക്കുള്ള കാതൽ എവിടെയാന്ന് വെച്ചാൽ, നമ്മൾ ഞങ്ങളൊക്കെ ട്രെയിൻ ചെയ്തതും പഠിച്ചതും ഞങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നതും രോഗത്തിനെ കണ്ടുപിടിക്കുക, എന്നിട്ട് രോഗത്തിനെതിരെ നമ്മൾ അറ്റാക്ക് ചെയ്യുക. ഇതായിരുന്നു. അറ്റാക്ക് ഇസ് ദ ബെസ്റ്റ് ഫോം ഓഫ് ഡിഫൻസ് എന്നുള്ള ആ ഒരു പ്രക്രിയ കൂടെയാണ് ഞങ്ങളൊക്കെ പോയത്. ആര് വന്നാലും എന്ത് രോഗമാണെന്ന് കണ്ടുപിടിക്കുക, അതാണ് ഏറ്റവും ഞങ്ങളിവിടെ ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ്. പക്ഷേ അതിൽ നിന്നൊക്കെ മാറിയിട്ട് ഞാനിത് ഈ അസുഖത്തിനെ അങ്ങ് മാറ്റി. ആ വ്യക്തിയുടെ ആരോഗ്യം എങ്ങനെ ഇരിക്കുന്നു, ഹെൽത്തിന് എവിടൊക്കെയാണ് കുറവ്, ഇത് പറയാൻ വളരെ എളുപ്പമാണെങ്കിലും ഇത് കൂടുതൽ സയൻസ് അറിഞ്ഞെങ്കിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവിടെയാണ് ശരിക്കും പറയുകയാണെങ്കിൽ ശാസ്ത്രം പുരോഗമിക്കുന്നുണ്ടായിരുന്നു ഈ മേഖലയിൽ. പക്ഷേ ഞങ്ങളുടെ മുമ്പിലേക്ക് ഇത് വന്നിട്ടില്ല. കാരണം മോളിക്കുലാർ സയൻസ്, സെല്ലുലാർ ബയോളജി, സെല്ലുലാർ ഫിസിക്സ്, സെല്ലുലാർ കെമിസ്ട്രി, ജെനറ്റിക്സ്, അപ്പൊ ഇതെല്ലാം കൂടെ പല മേഖലയിൽ പോയി അവരൊക്കെ പലരും PhD മറ്റൊക്കെ എടുത്തിട്ടുണ്ടെങ്കിലും ഞങ്ങൾ ഇതുമായിട്ടൊന്ന് ലിങ്ക് ചെയ്തപ്പോഴാണ് വളരെ അസാധ്യമായിട്ടുള്ള പലതും സാധിക്കാൻ പറ്റും. കാരണം മരുന്ന് കൊണ്ട് ഒരു രോഗത്തിനെ ക്യൂർ ചെയ്യാൻ പറ്റത്തില്ല. അതേസമയം ആരോഗ്യം മെച്ചപ്പെട്ടു കഴിഞ്ഞാൽ ഏത് രോഗവും മാറിപ്പോവുകയും ചെയ്യും. അതാണ് ബേസിക് തിയറി. ഇതിനകത്ത് ഏത് രോഗങ്ങൾക്കും ചികിത്സയുണ്ട്. അതായത് ഡയബറ്റിക്സ്, ക്യാൻസർ, സ്ത്രീ രോഗങ്ങൾ, അതേപോലെ ഹാർട്ടുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ, ഇമ്മ്യൂണിറ്റി പവർ തുടങ്ങിയുള്ള ഏത് അസുഖങ്ങൾക്കും ഇതിനകത്ത് ചികിത്സ. ഏത് അസുഖമല്ല, നമ്മൾ കാണുന്നത് ആ വ്യക്തിയാണ്. ആ വ്യക്തിയിൽ നോക്കുമ്പോൾ ഒരു വ്യക്തിക്ക് ഓരോ വ്യക്തികൾക്കും ഓരോ തരം അസുഖങ്ങളായിരിക്കും. അസുഖത്തിനെ അതിനിപ്പോ എന്തായാലും വിദഗ്ധരായ ഡോക്ടർമാരുണ്ട്, അവർക്ക് ചികിത്സിക്കാൻ അറിയാം, അവർ ചികിത്സിക്കുന്നുണ്ട്. നമ്മൾ അതിനകത്ത് ഇടപെടുന്നില്ല. പക്ഷെ ആ വ്യക്തിക്കും സുഖമായിട്ട് ജീവിക്കണ്ടേ? എല്ലാവർക്കും ഇന്ന് ഈ ലോകത്ത് ആരോഗ്യത്തോടെ ജീവിക്കാൻ വേണ്ടുന്ന ഒരു സാധ്യത നമ്മൾ ചൂണ്ടിക്കാണിക്കുകയും അതിന് ശാസ്ത്രീയമായിട്ട് എന്തൊക്കെ ചെയ്യാം അത് മാത്രം നമ്മൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഞാൻ മനസ്സിലാക്കിയ ഫിസിക്കലായിട്ടുള്ളത് മാത്രമല്ല, മെന്റലി ഹെൽത്ത് കിട്ടുന്ന കാര്യങ്ങൾ കൂടി ഈ ട്രീറ്റ്മെന്റിലുണ്ട് എന്നാണ്. ശരി തന്നെയാണോ? തീർച്ചയായിട്ടും. കാരണം മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് 60% ലോക ജനങ്ങളിലെ ഒരു പ്രശ്നമാണ്. അപ്പൊ അതൊരു പ്രശ്നം. എല്ലാവരും മരുന്ന് കഴിക്കും, സൈക്കാട്രി എടുത്തു പോകും, മരുന്ന് കഴിക്കും. ഇന്ന് എനിക്ക് തന്നെ ലോകത്തിലെ ഈ മെന്റൽ ഹെൽത്തിന്റെ ഏറ്റവും വലിയൊരു സ്ഥാപനമായ നിംഹാൻസ് ബാംഗ്ലൂർ, അതിന്റെ ഡയറക്ടർ ഡോക്ടർ മുരളി ഇവിടെ വന്ന്
റോൾ ഓഫ് ന്യൂട്രീഷൻ ഇൻ മെന്റൽ ഹെൽത്തിന്റെ ടോപ്പിക് പുള്ളി ഡിസ്ക്രൈബ് ചെയ്യാണ്. ഈ 29-ാം തീയതി ഇതിനകത്ത് ഫസ്റ്റ് ടോക്ക് അദ്ദേഹത്തിന്റെയാണ്. അത് കഴിഞ്ഞ് പബ്ലിക്കുമായിട്ടുള്ള ഇന്ററാക്ഷനിലും പുള്ളി വരുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഇതൊക്കെ പബ്ലിക്കായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ ഇരിക്കണമെന്ന്. പുള്ളി അവർക്ക് പിന്നെന്താ ജനങ്ങൾക്ക് വരുന്നത്. അപ്പം ഇത് എനിക്ക് വന്നത് എത്ര പ്രഗത്ഭരായി കഴിയുമ്പോഴത്തേക്ക് ചിലപ്പം കൂടുതൽ നോളജ് കിട്ടിയപ്പോൾ പലർക്കും മനസ്സിലായി ഇത് ശരിക്കും പറഞ്ഞാൽ മരുന്ന് കൊണ്ടല്ല. മരുന്ന് ചിലപ്പം മരുന്നിന്റെ റോള് ഒരു അത്യാവശ്യം ഒരു പ്രശ്നം വരുമ്പോൾ ഒന്ന് ബ്ലോക്ക് ചെയ്യാം. എന്നിട്ട് കുറച്ച് സമയം കിട്ടി. ഈ സമയം കൊണ്ട് ശരീരത്തിനുണ്ടായിട്ടുള്ള മൂല കാരണങ്ങളെ നമ്മൾ കറക്റ്റ് ചെയ്യാൻ വേണ്ടുന്ന സ്റ്റെപ്പ് എടുക്കുക. അതേ നമ്മൾ ചെയ്തു. ഈ ഇന്റർനാഷണൽ കോൺഫറൻസിൽ ആരൊക്കെ പങ്കെടുക്കുന്നുണ്ട്? ഇന്ന് ഇത് ഈ ഒരു കോൺഫറൻസിൽ ഫസ്റ്റ് ടൈം ഇൻ ദ വേൾഡ് ഞാൻ മെഡിക്കൽ ഡോക്ടേഴ്സ് ഉണ്ട്, സയന്റിസ്റ്റുകളുണ്ട്. അതായത് അപ്ലൈഡ് സയൻസിലെ പ്രഗത്ഭരായ സയന്റിസ്റ്റുകൾ, ഇന്ത്യയിലും വിദേശത്തും പ്രാവീണ്യം തെളിയിച്ചിട്ടുള്ള പല പത്മഭൂഷണൊക്കെ നേടിയ പല ആൾക്കാരും, ഒരു 4-5 വൈസ് ചാൻസലേഴ്സ് ഓഫ് ദ യൂണിവേഴ്സിറ്റീസ് അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ കേരള അക്കാഡമി ഓഫ് സയൻസ്, കേരള മൈക്രോ DNA ഫോറം, ഗവൺമെന്റിന്റെ പല ഫോറംസ് ഇതിനകത്ത്, KSIDC, KMTC അങ്ങനെയുള്ള അവർ പോലും ഇതിനകത്ത് പങ്കുചേർന്നിട്ട്. കാരണം ഇതൊരു മെഡിക്കൽ വേൾഡിലെ ഒരു സാധ്യമായിട്ടുള്ളൊരു കാര്യം. കേരളം പലതിൻ്റെയും തുടക്കമായിരിക്കാം, പക്ഷെ കേരളത്തിൽ നിന്ന് തന്നെയാണ് ഇന്ന് എനിക്കത് ഏറ്റവും നല്ല ഹെൽത്ത് കെയർ ഉള്ള ഒരു സ്ഥലത്ത് എന്തിന് ഇത്ര രോഗികൾ ജീവിക്കും. ഈ രോഗത്തിനെ എങ്ങനെ തടയിടാം, എന്നിട്ട് ഇനിയും വന്നു കഴിഞ്ഞാലും എങ്ങനെ സുഖമായിട്ട് ജീവിക്കാം. അതുകൊണ്ട് ഇതുണ്ട്. പക്ഷെ ഈ ഒരു ശാസ്ത്രീയമായിട്ടുള്ള സയന്റിസ്റ്റുകളും ഡോക്ടേഴ്സും തമ്മിലുള്ളൊരു കോൺക്ലേവ്. പക്ഷെ ഇതിന്റെ ബെനിഫിറ്റ് ആർക്കാണ്? സാധാരണക്കാർക്കാണ്. അതുകൊണ്ട് ഒരു ദിവസം 29-ാം തീയതി 1 മണി തൊട്ട് വൈകുന്നേരം രാത്രി ഡിന്നർ കഴിക്കുന്നതിനും വരെ ഞങ്ങൾ ഈ ഒരു ഇന്ററാക്ഷൻ ഇവരെല്ലാം കൂടി ചേർന്നിട്ടൊരു ഇന്നെനിക്കൊന്ന് ലോകത്തില് ഇങ്ങനൊരു സംരംഭം ആരും, കാരണം ഇതൊരു ശരിക്കും പറഞ്ഞാൽ സൂയിസൈഡാണ്. കാരണം പലരുടെയും ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണം. അതൊരു നമ്മൾ ചുമ്മാ എന്തെങ്കിലും പറഞ്ഞാൽ പോരാ, ശാസ്ത്രീയമായിട്ട് അറിയാമെങ്കിൽ മാത്രമേ. അതുകൊണ്ടാണ് ഞങ്ങൾ പലതരത്തിലുള്ളൊരു ആൾക്കാരെ സ്റ്റേജിലിരുത്തിയിട്ട് അവർക്കുണ്ടായ അനുഭവങ്ങൾ പറയുകയും ഇതിന്റെ ശാസ്ത്രവശം പഠിപ്പിക്കുകയും പൊതുജനങ്ങൾക്കുള്ള സംശയങ്ങളെ ദൂരീകരിക്കാൻ വേണ്ടുന്ന കാര്യങ്ങൾ നടത്തുകയും ചെയ്യുക. ഇതാണ് ഈ ഒരു കോൺക്ലേവിന്റെ ഫസ്റ്റ് ഡേയിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇതില് പേഷ്യൻസും വരുന്നുണ്ട്, അതേപോലെ അതിൽ തന്നെ സെലിബ്രിറ്റീസും വരുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. അതെ, നമ്മള് ഇതിനകത്ത് നിന്ന് എക്സ്പീരിയൻസ് ചെയ്ത ആൾക്കാരുണ്ടാവും. അപ്പൊ എക്സ്പീരിയൻസ് പറഞ്ഞുകൊണ്ട് ഇത് ശരിയാണ്, അടക്കമുണ്ട്. ഇതൊക്കെ എങ്ങനെ ഒരു വാക്ക് ഇതിനിടയിൽ എനിക്ക് അപസ്മാരം മാറിയ ഡോക്ടർ ചികിത്സ ഉണ്ട് കേട്ടോ. എനിക്കും ഉണ്ടായിരുന്നു ഇടയ്ക്ക് വരുന്നൊരു അപസ്മാരം, അതിപ്പം പൂർണ്ണമായി മാറിയിട്ടുണ്ട്. അപ്പം നമ്മള് ഇതിന്റെ മാറിയെന്ന് ഒരാൾ പറയുമ്പോഴും അതിനെന്ത് ചെയ്തു എന്ന് നമ്മൾ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ പറയുമ്പോൾ ഒരു സയന്റിസ്റ്റ് പറയണം ഇത് ഇന്ന രീതിയിലൊക്കെയാണ്, ഇതൊരു തലച്ചോറിനകത്തോ അല്ലെങ്കിൽ ന്യൂറോ ട്രാൻസ്മിറ്ററിനോ വർക്ക് ചെയ്യുന്നെന്ന് പറയുമ്പോൾ ജനങ്ങൾക്ക് ഇത് നമുക്ക് മനസ്സിലാകണം, എല്ലാവർക്കും മനസ്സിലാകണം. അല്ലെങ്കിൽ പലപ്പോഴും ന്യൂട്രീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഹാരം കഴിക്കുകയല്ല, ശരീരത്തിന്റെ കോശങ്ങൾക്ക് ആവശ്യമുള്ള അളവിൽ കൊടുക്കണം. അത് ഓരോ വ്യക്തിയിലും വ്യത്യാസമാണ്. അല്ലാതെ പ്രമേഹത്തിനൊരു ആഹാരവും ക്യാൻസറിനൊരു ആഹാരമൊന്നുമില്ല. വ്യക്തിക്കാണ് ആഹാരം. ആ വ്യക്തിയുടെ ജെനറ്റിക്സും അതുപോലെ ബാക്കിയുള്ളതും ഗട്ട് മൈക്രോബ്സും എല്ലാം നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള ആഹാരം കൊടുത്ത്, അല്ലെങ്കിൽ ആഹാരത്തിൽ അടങ്ങിയിരിക്കുന്ന പോഷകങ്ങൾ ചികിത്സാ രൂപത്തിലാക്കിയിട്ട് കൊടുക്കുകയാണ് നമ്മൾ ഇത് കൊണ്ട് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ അതുകൊണ്ടാണ് ഇതിനെ പ്രിസിഷൻ മെഡിസിൻ എന്നോ പ്രിസിഷൻ ഹെൽത്ത് എന്നും പ്രിസിഷൻ ന്യൂട്രീഷൻ എന്നും ഇതെല്ലാം കൂടെ ചേർന്നിട്ട് പറയുകയാണെങ്കിൽ പ്രിസിഷൻ ഫങ്ഷണൽ മെഡിസിൻ എന്നുള്ള രീതിയിൽ. ഈ ഫംഗ്ഷനിലേക്ക്, അതായത് ഈ ഇന്റർനാഷണൽ കോൺഫറൻസിലേക്ക് പങ്കെടുക്കാൻ എന്താണ് മാനദണ്ഡം, എങ്ങനെയാണ് ബന്ധപ്പെടേണ്ടത്? ശരിക്കും പറഞ്ഞാൽ അതിന്റെ ഒരു പബ്ലിക്കിന്റെ ഒരു ബ്രോഷർ ഉണ്ട്, പിന്നെ ഡോക്ടേഴ്സിനൊക്കെ ഉള്ള ഒരു പ്രത്യേക ബ്രോഷർ ഉണ്ട്. അതിനകത്തോടെ ലിങ്കിൽ കൂടെ അടിച്ചു കഴിഞ്ഞാൽ കാരണം രജിസ്റ്റർ ചെയ്യണം. നമുക്ക് 1200 രൂപ പബ്ലിക്കിന്റെ ഒരു വെച്ചാൽ അത് എനിക്കത് ടീ സ്നാക്സ് അവിടുത്തെ കൂടുതലാകുന്നുണ്ടെങ്കിൽ പോലും നമ്മള് ബാക്കിയുള്ള ഇത് ഗവൺമെന്റിൽ നിന്നൊക്കെ കുറച്ച് പൈസ കിട്ടുന്നുണ്ട്. ഇതൊക്കെ കൂടെ വെച്ചോണ്ട് എല്ലാം കൂടെ വെച്ചോണ്ട് നമ്മള് ഈ ഒരു റേറ്റിൽ നമ്മളിത് കൊടുക്കാനായിട്ട് പറ്റുന്നുള്ളൂ. കുടുംബസമേതം ഈ ഫംഗ്ഷനിൽ പങ്കെടുക്കാം. നിങ്ങൾക്ക് ഏത് തരം രോഗമുണ്ടെങ്കിലും മാറാം. ഞാൻ നേരിട്ട് അനുഭവം ഉള്ളതുകൊണ്ടാണ് ഈ ഡോക്ടറെ പ്രൊമോട്ട് ചെയ്തതും അതേപോലെ ഈ ട്രീറ്റ്മെന്റിനെ പ്രൊമോട്ട് ചെയ്തതും. അതിൽ പങ്കെടുത്ത ആളുകൾ, ഇവിടെ വന്നിട്ടുള്ള ചികിത്സയ്ക്ക് വന്ന ആളുകളൊക്കെ വലിയ അത്ഭുതമാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്, അസുഖം മാറിയിട്ട്.
അതേപോലെ നിങ്ങൾക്കും ഈ ഇന്റർനാഷണൽ ഫംഗ്ഷനിൽ പങ്കെടുത്ത് പ്രഗത്ഭരായ സയന്റിസ്റ്റുകളും പ്രഗത്ഭന്മാരായ ഡോക്ടർമാരുടെയും അവരുടെ ക്ലാസ്സുകളിൽ പങ്കെടുത്ത് നിങ്ങൾ ഏത് സംശയം വേണമെങ്കിൽ തീർക്കാം. ഈ ഫങ്ഷണൽ മെഡിസിൻ എന്ന് പറയുന്നത് വലിയ ഹോസ്പിറ്റൽ വഴി ലക്ഷങ്ങൾ ചെലവഴിച്ച് അവസാനം രോഗം മാറാത്തൊരവസ്ഥയല്ല, ഇത് പൂർണ്ണമായ രോഗം മാറാനുള്ള ഒരു അവസ്ഥയാണ് ഏത് രോഗത്തിനും. അതുകൊണ്ട് ഇന്ന് തന്നെ ബന്ധപ്പെടുക, ഇതിനോടൊപ്പം ഉള്ള നമ്പറിൽ ബന്ധപ്പെടുക, അതേപോലെ ഈ മെയിൽ ഐ ഡിയിലോ ഈ അഡ്രസ്സിലോ ബന്ധപ്പെട്ട് ഉടനെ തന്നെ നിങ്ങളുടെ പേര് ബുക്ക് ചെയ്യുക. ഒരു കാരണവശാലും ഈ പ്രോഗ്രാം മിസ് ചെയ്യരുത്. നന്ദി, നമസ്കാരം ഡോക്ടർ. താങ്ക് യു.